ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തു എന്ന് പറയുന്നത് നല്ല ഇടയനാണ്. തന്റെ ആടുകളെ വളരെയധികം കെയർ ചെയ്ത് വളരെ മനോഹരമായി പരിപാലിക്കുന്ന ഒരു രക്ഷകനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാനും നമുക്ക് വേണ്ടുന്ന രക്ഷയെ തരുവാനുമായിരുന്നു. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവന്റെ വചനമെന്ന് പറയുന്നത് ജീവനും ആത്മാവുമാകുന്നു. ജീവനും ആത്മാവും എന്ന് പറയുമ്പോൾ അവന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് ഒരു ജീവൻ വയ്ക്കും. അങ്ങനെ ആ ജീവനിലൂടെ ഒരു ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ടാകും. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന ഇടയൻ തന്റെ ആടുകളെ മേയിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടുന്ന പച്ചയായ പുൽപ്പുറം കൊടുത്ത് സ്വസ്ഥതയുള്ള വെള്ളത്തിൽ നടത്തുന്നത് പോലെയാണ്. ആ ഇടയൻ അറിയാം ആടുകൾക്ക് വേണ്ടുന്നത് എന്തെല്ലാമാണെന്നും എന്തെല്ലാം സമൃദ്ധി വേണമെന്നും പച്ചയായ പുൽപ്പുറങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ചും എല്ലാം ആ ഇടയന് അറിയാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. സങ്കീർത്തനം 23 നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെയും യഹോവയായ ഇടയനെ കാണാൻ സാധിക്കും. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിനെ അറിയുന്നവർക്ക് എന്ന് പറഞ്ഞ ഇടയനെ അറിയുന്നവർക്ക് മുട്ടുണ്ടാകുകയും നമ്മുടെ ജീവിതത്തിന്റെ പല പ്രതികൂലങ്ങളിൽ പലവിധമായ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇടയന്റെ ഈ വാക്കുകൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. കാരണം തന്റെ ജീവനെ കൊടുത്തുപോലും ഒരു രക്ഷ മാനവജാതിക്ക് കൊടുക്കുവാൻ ഒരു വലിയ പദ്ധതിക്ക് തയ്യാറായ ആളാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രക്ഷകനായ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് ഉയർത്തപ്പെട്ട് പിതാവായ ദൈവത്തിന് വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തിരിക്കുക നല്ലവനായ ഇടയൻ. യേശു നല്ല ഇടയനാകുന്നു. പഴയ നിയമത്തിൽ കാണുന്ന യഹോവ എന്റെ ഇടയനാകുന്നു. ഇവിടെ നമ്മുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മുടെ രക്ഷകനായ ഇടയനാണ്. ക്രിസ്തു ലോകത്തെ വളരെ സ്നേഹിച്ചു, ലോകത്തിന് രക്ഷ കൊടുക്കാൻ സ്വയം ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ തന്റെ ജീവനെ കൊടുത്തു ഈ ഭൂമിയെ രക്ഷിച്ച ആളാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇടയനെ അറിയുന്ന ആടുകളായ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇടയനും ആടും എന്ന് പറയുന്നത്, ഇടയൻ എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവും ആടുകൾ എന്ന് പറയുന്നത് വിശ്വാസികളുമാണ്. വിശ്വാസികൾ എന്ന് പറയുന്നത് തന്റെ ഇടയനെ അറിയുന്നവരായിരിക്കും. കാരണം നല്ല ഇടയൻ ജീവനെ കൊടുത്തതാണ്. അങ്ങനെ തന്റെ ജീവനെ കൊടുത്ത ആ കർത്താവായ യേശുക്രിസ്തുവിനെ നാം അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആടുകളെ വിശ്വാസികളോടാണ് നമുക്ക് ഉപമിക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ ആടുകൾക്ക് ആവശ്യമായ പച്ചയായ പുൽപ്പുറം കൊടുക്കുന്നവനായിരിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി എല്ലാ ആവശ്യങ്ങളും തരുവാൻ തയ്യാറാവുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ പച്ചപ്പിന്റെ അനുഭവം തരുന്നവനാണ് നമ്മുടെ ദൈവം. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുക എന്ന് പറയുമ്പോൾ ജീവിതത്തിന് സമൃദ്ധി തരിക എന്നത് തന്നെയാണ് ഇതിന്റെ അർത്ഥം.
അതുകൊണ്ട് ഇടയൻ വളരെ ശക്തമായി നമ്മളെ പരിപാലിക്കുന്നവനാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഇടയൻ ചെന്നായ്ക്കൾ വരുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോകുന്നവനല്ല, മറിച്ച് ആ ആടുകളെ ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ മർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതികൂലങ്ങളെ കർത്താവായ യേശു ക്രിസ്തു വിട്ടു പോകുന്നില്ല. ആ പ്രതികൂലങ്ങളെ കാണുമ്പോൾ ആ പ്രതികൂലങ്ങളെ വിട്ട് നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നവനല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തു ആ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാണ് നമ്മുടെ യേശു എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായ ഇടയൻ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത്. നല്ല ഇടയൻ എന്ന് ഇവിടെ പറയുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പഴയ നിയമം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെയധികം പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയ അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി സിംഹക്കുഴിയിൽ അകപ്പെട്ടു. സിംഹത്തിന്റെ കുഴിയിൽ അകപ്പെട്ടപ്പോൾ ദാനിയേൽ വലിയ പ്രതികൂലത്തിലായി. എന്നാൽ ദാനിയേലിന്റെ ദൈവം പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമായിരുന്നു. അതുകൊണ്ട് സിംഹത്തിന്റെ വാ പൂട്ടിക്കളഞ്ഞു. അങ്ങനെ ദാനിയേലിനെ ആ പ്രതികൂലത്തിൽ നിന്നും വിടുവിച്ചു. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കുന്ന ഇടയനായ ദൈവത്തെയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്. ഒരു മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലവിധമായ പ്രതികൂലങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അവനെ എന്തുകൊണ്ടാണ് നല്ല ഇടയൻ എന്ന് പറയുന്നത്? പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കുന്നവനായതുകൊണ്ടാണ് നല്ല ഇടയൻ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ഇടയൻ കരുതുന്ന ദൈവമാണ്. അതായത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ച് പരീക്ഷിക്കുമ്പോൾ, ഇസഹാക്കിനെ യാഗം കഴിപ്പാൻ വേണ്ടി കത്തിയെടുക്കുമ്പോൾ, എന്നാൽ ദൈവ ശബ്ദം അറിയിച്ച് അബ്രഹാമിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമ്പോൾ അവിടെ കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ അബ്രഹാം എടുത്ത് യാഗം കഴിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? കരുതുന്ന ദൈവം എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചെങ്കിലും ആ പരീക്ഷണത്തിൽ നിന്ന് വിടുവിച്ച് ഒരാട്ടിൻകുട്ടിയെ ഒരുക്കി അബ്രഹാമിനൊരു വിടുതൽ കരുതിയ ദൈവമാണ്. നമ്മുടെ ദൈവം എന്ന് പറയുന്ന കരുതുന്ന ദൈവമാണ്. നമ്മുടെ പ്രതികൂലങ്ങളിൽ നിന്നും നമ്മളെ വിടുവിച്ച് നമ്മളെ കരുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഇങ്ങനെ നല്ല ഇടയൻ എന്ന് പേര് വരാൻ പല കാരണങ്ങളുണ്ട്. കർത്താവ് സ്നേഹിക്കുന്നവനാണ് നമ്മളെ. യേശു പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം സ്നേഹമാവും. ദൈവം എന്ന് പറയുന്നത് വെളിച്ചമാണ്, അത് സ്നേഹമാണ്. അതുകൊണ്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. ഇതാകുന്നു യേശു ക്രിസ്തുവിന്റെ ഒരു കൽപ്പന എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റി അല്ലെ ഐക്യത എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ ഘടകമാണ്. അപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറയുന്ന ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. കാരണം ഈ ഇടയൻ നല്ലവനായ ഇടയനാണ്. ആ ഇടയൻ പറയുന്നത് സ്നേഹമുള്ളവനായിരിക്കണം. എന്തുകൊണ്ടാണ് ഇനി നല്ല ഇടയൻ എന്ന് പറയുന്നത്? ഈ ഇടയൻ ക്ഷമിക്കുന്നവനാണ്. നമ്മുടെ ഈ നല്ല ഇടയൻ ജീവനെ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ജീവനെ കൊടുക്കുക മാത്രമല്ല, ആ ഇടയൻ ക്ഷമിക്കുന്ന ഇടയനാണ്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യാക്കോബും ഏശാവും അവർ തമ്മിൽ പല വിധത്തിലുള്ള ഒരു പിളർപ്പുണ്ടായി എങ്കിലും അവർ പിന്നീട് അവരുടെ ദൈവം അനുഗ്രഹിച്ച് സമൃദ്ധിയിലെത്തിക്കുമ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഇരുവരും ആലിംഗനം ചെയ്ത് അവർ വളരെ സ്നേഹത്തിലാകുന്ന അല്ലെങ്കിൽ വളരെ ക്ഷമിക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കും. ഇവിടെ കാണുന്നത് എന്താണ്? ക്ഷമിക്കുന്നവനായ ദൈവത്തെ പ്രതിപാദിക്കുന്ന കഥയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഇടയൻ എന്ന് പറയുന്നത് ക്ഷമിക്കുന്നവനാണ്. തമ്മിൽ ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഇടയൻ നമ്മുടെ ജീവിതത്തിനകത്ത്
ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കണം എന്നുള്ളൊരു വലിയ ദൂതാണ് നമുക്ക് ഈ നല്ല ഇടയനായി കർത്താവിൽ നിന്നും ലഭിക്കുന്നത്. യേശു എന്ന് പറയുന്നത് നല്ല ഇടയെന്ന് വീണ്ടും പറയുവാൻ കാരണം അവൻ സമൃദ്ധിയിൽ അനുഗ്രഹിക്കുന്നവനാണ്. കാരണം നമുക്കറിയാം, വചനം പഠിക്കുമ്പോൾ പലരും വളരെ കഷ്ടത്തിൽ കൂടെ ആദ്യം കടന്നുപോയെങ്കിലും പിന്നീട് അവരെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു, ഏറ്റവും ഉന്നതാക്കി. അബ്രഹാമേ, നിന്റെ പേര് അബ്രാം എന്നാകും. അങ്ങനെ ആടുമാട് സമ്പത്തും കൊടുത്ത് സമൃദ്ധിയിൽ അനുഗ്രഹിച്ചു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മുടെ പാനപാത്രം നിറഞ്ഞ് കവിയിപ്പിക്കുന്ന ദൈവമാണ്. പാനപാത്രങ്ങളെ നിറഞ്ഞ് കവിയിപ്പിക്കുന്ന ദൈവമാണ്. സമൃദ്ധിയിൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ നല്ല ഇടയൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പല കാര്യത്തിൽ നാം നല്ല ഇടയനായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വചനം നിങ്ങളിൽ വസിക്കണം. അതാണ് യേശു പറയുന്നത്. ഈ വചനം നമ്മളിൽ വസിക്കുമ്പോൾ ഈ നല്ല ഇടയൻ നമ്മുടെ അകത്തുണ്ടാകും. ഈ വചനങ്ങളെ ധ്യാനിക്കുമ്പോൾ, ജീവനും ആത്മാവുമായ ഈ വചനങ്ങളെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് ജീവനുണ്ടാകും. അങ്ങനെ ജീവനുണ്ടാകുമ്പോൾ നമ്മളുടെ ഇടയിൽ ഒരു നല്ല ഇടയനായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടും. നല്ല ഇടയനായ കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്ത് വേണം. വചനം പറയുന്നു, ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. ഈ മർത്യ ശരീരത്തിൽ ദൈവം വസിക്കണം. അതുകൊണ്ട് അവന്റെ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു നല്ല ഇടയൻ നമ്മുടെ അകത്ത് രൂപപ്പെടും. വചനം നമുക്ക് കാലിന് ദീപമായിരിക്കണം, പാതയ്ക്ക് പ്രകാശമായിരിക്കണം. അപ്പോൾ മാത്രമേ ആ നല്ല ഇടയൻ നമ്മുടെ അകത്ത് ഉരുവാകൂ. അതുകൊണ്ട് ശരീരം ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ മുമ്പേ കണ്ട പല പോയിന്റുകളുണ്ട്. ഇവിടെയെല്ലാം കാണിക്കുന്നത് നല്ല ഇടയനായ കർത്താവിനെയാണ്. ആ കർത്താവിനെ നമ്മൾ സദൃശ്യമാക്കണം. യേശു പറഞ്ഞു, ഞാൻ താഴ്മയും സൗമ്യനുമാകിയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. അപ്പോൾ യേശുവിനെ പഠിക്കണം. ആ നല്ല ഇടയന്റെ നമ്മൾ മുമ്പേ കണ്ട നല്ല ഘടകങ്ങൾ അത് നമ്മൾ കണ്ട് അത് പഠിച്ച് ആ നല്ല ഇടയനായ കർത്താവ് നമ്മിൽ ഉണ്ടാകുമ്പോൾ നാം ആ നല്ല ഇടയനായ കർത്താവിനെ പോലെ ആയി മാറും. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമുക്ക് വേണ്ടി ക്രൂശീകരണത്തിന് തയ്യാറായി, കഷ്ടം സഹിപ്പാൻ യേശു തയ്യാറായി. കാരണം എന്താ? ആടുകളെ രക്ഷിക്കണം. തന്റെ തൊഴുത്തിലുള്ള ആടുകളെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കണം, രക്ഷയിലേക്ക് കൊണ്ടുപോകണം. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ മധ്യാകാശത്തേക്ക് എടുക്കപ്പെടുന്ന ഒരവസ്ഥയല്ല ആദ്യമേ കാണുന്നത്. പിന്നെയോ നമ്മുടെ വചനമൊക്കെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നിത്യതയിൽ എത്തിച്ചേരണം. മധ്യാകാശത്ത് എടുക്കപ്പെടുക എന്ന് പറയുന്നത് അന്ത്യകാലമാണ്. അതിനു മുമ്പിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നിത്യതയിൽ എത്തിച്ചേരണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ നല്ല ഇടയനായ കർത്താവ് നമുക്ക് രക്ഷ നൽകാനായി തന്റെ ജീവനെ അർപ്പിച്ചു. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഈ വചനം നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയാണ്. അതുകൊണ്ട് നല്ല ഇടയനായ കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ആ നിത്യജീവന്റെ രക്ഷ നമ്മിൽ ഉളവാകും. ഈ വാക്യം എന്ന് പറയുന്നത് യേശു നല്ല ഇടയനാണ്. യേശു നമുക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു, നമ്മളെ സ്വർഗത്തിൽ എത്തിച്ചു. അതുകൊണ്ട് ഈ നല്ല ഇടയൻ നമ്മുടെ അകത്ത് രൂപീകരിക്കപ്പെട്ട് അവന്റെ വചനങ്ങളെ ധ്യാനിച്ച് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മുൻപോട്ടൊരു ആത്മീക ജീവിതം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളുടെ ഫിനിഷിംഗ് പോയിന്റായ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും.
അതുകൊണ്ട് ഇന്ന് കേട്ട വചനം എന്ന് പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.